ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ അങ്കമാലിയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി, അവൾ ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു തന്ന അതേ പ്രിപ്പറേഷനിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല 2 മാങ്ങ, നല്ല പുളിയുള്ള 2 ഫ്രഷ് മാങ്ങ എടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് 1-1.5 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞ്, ഒരുപാട് കനം കുറഞ്ഞ് പോകരുത്, 1.5 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വയ്ക്കുക. പിന്നെ നമുക്കിതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 2 സവാള ചെറുതായി അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ, കുറച്ച് വിനാഗിരിയും, ഇത്രയും ഉപ്പും. ഇതാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ നമ്മളെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, നമ്മൾ സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്യാൻ പോകണ്ട. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും വിനാഗിരിയും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ. അത് സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്യാൻ പോകണ്ട, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലും ഇതിനകത്ത് ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നല്ല കറക്റ്റായിട്ട് പിടിച്ചിരിക്കും. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഏത് പാത്രമാണോ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ സവാള നമ്മൾ നേരത്തെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മീഡിയം സവാളയാണ്, 2 സവാള, ഇതെല്ലാം കൂടെ ഈ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുക. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രം തന്നെ മതി, കാരണം വേറൊരു പാത്രം എടുത്താൽ ഇതിൻ്റെ മസാലകളെല്ലാം പാത്രത്തിലൊക്കെ അങ്ങ് പറ്റിപ്പോവും. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പൊടി വകകൾ ഇടണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, കാരണം എൻ്റെ പച്ചമുളകിന് എരിവ് കുറവാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ 2 മാങ്ങയ്ക്ക്, അത്രയും ചേർക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഈ ഉപ്പ് ഞാൻ ചേർത്ത്, നമുക്ക് ഇനി വേണമെങ്കിൽ നമ്മൾ ഗ്രേവി ആവുന്ന സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം 1 ടീസ്പൂൺ ഉപ്പ് മതി. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത്, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കുറച്ചിടുക. എൻ്റെ ഫ്രഷ് ഇല്ല, ഇച്ചിരി ഇതായത്, അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് മുറിച്ചിടുക, എന്നാലും അതിൻ്റെ മണമൊക്കെ ഒന്ന് വരും. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഇതിന് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യില്ല. ഈ ആദ്യത്തെ മിക്സിങ്ങും കൈ കൊണ്ട് തന്നെ ആയിരിക്കണം, എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ രുചി വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ ഇതിനെ ഉള്ളിയെ നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു പരുവാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം, നല്ല വൃത്തിയായിട്ട്. അപ്പോൾ അവർ പറയുന്ന ഈ കറിയുടെ ടേസ്റ്റ് ഈ മിക്സിങ്ങിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എത്ര നന്നായിട്ട് മിക്സ് ചെയ്യാവോ അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഈ ഉള്ളി നമ്മൾ ഒരുപാട് വഴറ്റത്തൊന്നുമില്ല കേട്ടോ, കുറച്ചേ വഴറ്റും. നമ്മൾ സാധാ കറി വെക്കുന്ന കണക്ക് നമ്മൾ മൂപ്പിച്ച് അങ്ങനെ ഇതിനെ ഒരുപാട് ഇതാക്കിയൊന്നും എടുക്കാറില്ല, ജസ്റ്റ് വാട്ടിയെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതും നമ്മൾ ഒന്ന് ജസ്റ്റ് തട്ടിപ്പൊത്തി 10 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. ഇതുപോലെ 10 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട്, പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പാത്രം ഇങ്ങനെ തന്നെ അങ്ങ് അടുപ്പിൽ വെക്കുക ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റത്തൊന്നുമില്ല, ഇതിൽ തന്നെ നമ്മൾ വെക്കുന്നത്.
നമ്മൾ ഗ്യാസ് കത്തിച്ച് മീഡിയം തീയിൽ ഈ പാത്രം വെച്ചിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ഇത് വഴറ്റി ഇതിപ്പോൾ വേണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിനകത്തില്ലേ, ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി വരുന്നിടം വരെ വഴറ്റിയാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് മീഡിയം തീയിലിട്ടാൽ മതി കേട്ടോ. വലിയ തീയിലിട്ടാൽ അത് കരിഞ്ഞു പോകും. അത്രയും വേണ്ട. മീഡിയം തീയിലിട്ട് ഇതിൻ്റെ ആ ഒരു നനവൊന്ന് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നുവെച്ചാൽ അങ്ങ് മൊരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് വാടി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അരമുറി തേങ്ങ പിന്നെ ആദ്യത്തെ പാലെടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ അരിച്ച് എടുത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്, 2-ാം പാലും 1-ാം പാലും. അപ്പം ഞാൻ ആദ്യമേ തന്നെ എനിക്ക് എൻ്റെ തേങ്ങയ്ക്ക് പാല് കുറവാണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ച് വെച്ചേക്കുന്നത്. കണ്ടോ, ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങയുടെ 2-ാം പാല് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടങ്ങ് തിളപ്പിക്കണം. ഈ 2-ാം പാൽ കിടന്ന് ഈ 2-ാം പാൽ കിടന്നാണ് ഉള്ളിയുടെ പകുതി കൂടുതലും വേവും വരുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഈ 2-ാം പാൽ കിടന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മാങ്ങ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ തന്നെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേവുന്ന കൂട്ടത്തിൽ മാങ്ങ അങ്ങ് വെന്തുടഞ്ഞു പോകും. കാരണം അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇടുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മാങ്ങ കഷ്ണം ഇതിലേക്ക് ഇടുകയാണ്. ഈ മാങ്ങ കഷ്ണം നമുക്കറിയാലോ, മാങ്ങയ്ക്ക് അധികം വേവില്ല. അപ്പം ചില മാങ്ങകളൊക്കെ ഭയങ്കര കട്ടിയുള്ള മാങ്ങകളുണ്ടാവും. ഇപ്പോൾ വേവ് കൂടിയ മാങ്ങകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എടുക്കുന്ന മാങ്ങയുടെ അളവ് ഏത് സൈസാണോ എങ്ങനെയുള്ളതാണെന്ന് അനുസരിച്ച് വേണം നിങ്ങൾ അതിൻ്റെ വേവ് നോക്കാൻ. എൻ്റേത് ഇച്ചിരി അത്ര ഫ്രഷ് മാങ്ങ അല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈമേ മതിയായുള്ളൂ. അപ്പോൾ മാങ്ങയൊക്കെ വെന്ത് വന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ 1-ാം പാൽ ഒഴിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് തിളപ്പിക്കാറില്ല. കാരണം അത് പിരിഞ്ഞു പോവും. പിരിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രക്ചറേ മാറിപ്പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 1-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ ആദ്യം തന്നെ അടിച്ചതുകൊണ്ട് എൻ്റെ തേങ്ങയ്ക്ക് പാല് കുറവായത് കാരണം കുറച്ച് ഞാൻ വെള്ളം എടുത്താണ് അടിച്ചത്. അതുകൊണ്ട് ഒരു തിള വരെ ഞാൻ ഇട്ടു. ജസ്റ്റ് തിള വന്നേ ഉള്ളൂ, തിളച്ചില്ല. തിള വന്നുള്ളത് ഞാൻ മാറ്റി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു വറവാണ്. നമുക്കൊന്ന് കടുക് വറുക്കാം. അതിനേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടുക് വറുക്കുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ, അത് സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളിതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളിയും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം മൂപ്പിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ കടുക് താളിച്ചെടുക്കുക. കടുക് താളിച്ചെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കുക. കറി റെഡിയായി. നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും കുറേ ടൈമും ഒക്കെ എടുക്കുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അങ്കമാലി മാങ്ങക്കറി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണെങ്കിൽ മീനൊന്നും കിട്ടാനില്ല. കാരണം കണ്ടെയ്നറൊക്കെ മറിഞ്ഞ് ആരും മീനൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങൾ. കറി എന്തുണ്ടാക്കും, വീട്ടമ്മമാരുടെ ഒരേ സങ്കടമാണ്. എന്ത് കറി ഉണ്ടാക്കും. അപ്പം അവർക്കൊക്കെ വീട്ടമ്മമാർക്കൊരു ആശ്വാസമാണ്. ഇപ്പം മാങ്ങ സീസണാണ്, അവർക്കൊരു കറിയാകും. കാണുമ്പം ഒരു മീൻകറി പോലെ എല്ലാവർക്കും തോന്നുകയും ചെയ്യും. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ചോറ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മമാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ്. ഇതെൻ്റെ കൂട്ടുകാരി ഐബിയാണ് ഇത് പറഞ്ഞു തന്നത്. അവളിത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടണം. അപ്പം വീണ്ടും കാണും വരെ താങ്ക് യു.